എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനലിന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബഡി വെച്ച് പറഞ്ഞു തരുന്നതായിരുന്നു. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ശത്രുതാധുരിതം, ശത്രുദോഷങ്ങളാണ്. ഈ ശത്രുദോഷം കൊണ്ട് നമുക്ക് വരുന്ന ഭാഗ്യങ്ങളൊക്കെ തട്ടിപ്പോകാം. നമ്മുടെ ജാതകത്തിൽ വീട് വെക്കാനുള്ള യോഗമുണ്ട്, ഇല്ലെങ്കിൽ വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട്, വാഹനങ്ങൾ മേടിക്കാനുള്ള യോഗമുണ്ട്. പല രീതിയിലും ജ്യോത്സ്യന്മാർ ഇതൊക്കെ പറയുമെങ്കിലും നമുക്കിതൊന്നും പ്രയോജനത്തിൽ വരുന്നില്ല. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ശത്രുദോഷമാണ്. ഈ ശത്രുദോഷം നമുക്ക് എങ്ങനെ വരുന്നത്? ശത്രുദോഷങ്ങൾ കൂടുതലായിട്ട് വരുന്നത് ബന്ധുജനങ്ങളിൽ നിന്നാണ്. പിന്നെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ പരിസരത്തുള്ള ജനങ്ങളിൽ നിന്നുണ്ടാകാം, കൂട്ടുകാര്യങ്ങളിൽ നിന്നുണ്ടാകാം. പല രീതിക്ക് പല ആൾക്കാരിൽ നിന്നാണ് ഈ ശത്രുദോഷങ്ങൾ, കണ്ണുദോഷങ്ങൾ, പ്രാക്കുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെന്താണ് നല്ല രീതിയിലുള്ള പരിഹാര കാര്യങ്ങൾ? ശത്രു മാറാൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം, നമ്മൾ ഏത് ക്ഷേത്രത്തിൽ ശത്രു സംഹാര അർച്ചന അല്ലെങ്കിൽ ശത്രുദോഷത്തിന് പരിഹാരം എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലായിരിക്കും. അപ്പം അർച്ചനകളൊക്കെ പൊതുവെ ചെയ്യാറുണ്ട്. പക്ഷേ ശത്രുദോഷം എന്ന് പറഞ്ഞാൽ ശത്രുദോഷത്തിനുള്ള അർച്ചനയായിരിക്കും കൂടെ. ചില ആൾക്കാരുടെയൊക്കെ കാര്യങ്ങൾ നടക്കും, ചിലത് നടക്കുന്നില്ല. ഇപ്പോഴും ശത്രുദോഷം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് മാറാൻ പറ്റുന്നില്ല, വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശത്രുദോഷത്തിന് കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് മാറത്തുള്ളൂ. ആദ്യമേ നമുക്ക് ശത്രു ആരാന്നറിയണം. അതായത് ആഭിചാര ദോഷം കൊണ്ടാണോ, അതേപോലെ തന്നെ നാട്ടുകാരുടെ, ഞാൻ ഈ പറഞ്ഞ പോലെ ബന്ധുക്കളുടെ പ്രാക്ക് കൊണ്ടാണോ, ഇല്ലെങ്കിൽ ജാതകത്തിലെ സമയദോഷങ്ങളുണ്ടാണോ, അത് നമ്മൾ ഉത്തമനായ ജ്യോത്സ്യരെ കൊണ്ട് കബഡി വെച്ച് നോക്കി കണ്ടുപിടിക്കുക. നിങ്ങളുടെ ഗ്രഹനിലയും പേരും ഡീറ്റെയിലൊക്കെ അയച്ചു വരുവാണെങ്കിൽ, ബിസിനസ്സിലുള്ള ശത്രുദോഷമാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ തന്നെ പരിഹരിച്ച് തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് പൊതുവെ ഈ ശത്രുദോഷം മാറാനുള്ള പരിഹാരം എന്ന് വെച്ചാലും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രമോ മഹാദേവ ക്ഷേത്രത്തിലോ നമുക്ക് ശത്രുദോഷങ്ങൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതിന് നമ്മൾ വേണ്ടത്, നമുക്ക് എത്ര വയസ്സുണ്ട് ആ വയസ്സനുസരിച്ച് ഒരു നാരങ്ങ മാല എടുക്കുക. ഈ നാരങ്ങമാലയും ഒപ്പം തന്നെ ആ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുമന്ന കളറിലെ ഉടയാടയും ഒരു 3 ഉണ്ട ശർക്കര, ഇതെല്ലാം കൂടെ ഒരു തളികയ്ക്കകത്ത്, തളികയോ ഇല്ലെങ്കിൽ ഇലയോ, തളിക അവിടെ വെച്ചിട്ട് നമുക്ക് തിരുമേനി എടുത്തു കഴിഞ്ഞ് നമുക്ക് ഈ തളിക വീട്ടിൽ കൊണ്ടുപോകാം. ക്ഷേത്രത്തിൽ നിന്ന് വരുവാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് ആവശ്യം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ തളികയിൽ നിന്ന് ഉദ്ദേശിച്ച് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ എല്ലാം കൂടെ നമ്മുടെ കയ്യിൽ ഒതുങ്ങി നമുക്ക് വലത്ത് വെക്കാൻ പറ്റും. ഇലയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ നമുക്ക് എത്ര വയസ്സുണ്ട് ആ വയസ്സനുസരിച്ചതിന് ശേഷം ഒരു നാരങ്ങമാല എടുക്കുക, ചുമന്ന കളറിലെ ഉടയാട, ഒപ്പം തന്നെ 3 ഉണ്ട ശർക്കരയും വെച്ച് ആ ഇരിക്കുന്ന ക്ഷേത്രം, അതായത് തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ 11 പ്രദക്ഷിണം വെക്കുക. 11 പ്രദക്ഷിണം വെച്ചതിന് ശേഷം മാത്രം ഇത് നമ്മൾ മണ്ഡപത്തിൽ എവിടെയെങ്കിലും വെച്ചതിന് ശേഷം ദേവിക്ക് എന്ത് ചെയ്യണം? ഒരു വനദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി നടത്തുക. വനദുർഗാ മന്ത്ര അർച്ചന ചെയ്താൽ മതി. ആ അർച്ചന ചെയ്ത പ്രസാദം നമ്മൾ തൊട്ട് നമ്മുടെ വീട്ടിൽ വെക്കുക. അപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞ ബന്ധുക്കൾ വഴിയുള്ള ശത്രുദോഷങ്ങൾ, അതുപോലെ തന്നെ പരിസരവാസികൾ വഴിയുള്ള ശത്രുദോഷങ്ങൾ, ജോലി സ്ഥലത്തുള്ള ശത്രുദോഷങ്ങൾ എല്ലാം ഈ ഒറ്റ ഒരു കാര്യം കൊണ്ട് നമുക്ക് അടിച്ച് തെറിപ്പിച്ച് കളയോ, യാതൊരു സംശയമില്ല. അപ്പം നമ്മളിൽ ഉണ്ടായിരിക്കുന്ന ആ ശത്രുക്കളുടെ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി നമുക്കുണ്ടാകും. ഈ ഒരു കാര്യം ഒറ്റ തവണ ഭക്തജനങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില ക്ഷേത്രങ്ങളിൽ നാരങ്ങ വിളക്ക് ചാർത്തത്തില്ല. അത് അവിടുത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊന്ന് ചോദിക്കണം. അതുപോലെ തന്നെ കടും ചുമന്ന കളറിലെ ഉടയാടയായിരിക്കണം. 3 ശർക്കര വെക്കുക. നമുക്ക് എത്ര വയസ്സുണ്ട് ആ വയസ്സനുസരിച്ച് നാരങ്ങമാല കോർത്ത് 11 തവണ പ്രദക്ഷിണവും കൂടെ വെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ശത്രുദോഷത്തിന് മാറ്റം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ശത്രുദോഷം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ച് വനദുർഗാ മന്ത്ര അർച്ചന നടത്തി ആ ഒരു പ്രസാദം തൊട്ട് ആ പ്രസാദം നമ്മുടെ സ്ഥാപനത്തിലോ വീട്ടിലോ വെക്കുക. പിന്നെ കൂടുതൽ ശത്രുദോഷങ്ങളെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിക്കുക. ഓൺലൈൻ വഴി കബഡി വെച്ച് നോക്കി നിങ്ങളുടെ ശരിയായുള്ള രീതിയിൽ തടസ്സങ്ങൾക്കുള്ള പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്.